നമസ്കാരം കുട്ടികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തുള്ളൽ എത്ര വിധം? നമ്പ്യാർ കവിതകളുടെ പ്രത്യേകതകൾ എന്ത്? മയൻ ഗോപുര നിർമ്മാണത്തിന് മുന്നൊരുക്കമായി എന്തെല്ലാം ചെയ്തു? 4 വേദങ്ങൾ ഏതെല്ലാം? ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. കോടാലി കയ്യിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണുനിന്നു. വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ. മയൻ ഇന്ദ്രപ്രസ്ഥം നിർമ്മാണത്തിന് തൊട്ട് മുൻപായിട്ട് എന്തൊക്കെ ചെയ്തെന്നാണ് നമ്മൾ പഠിച്ചത്? ഗുരുക്കന്മാരുടെ പാദങ്ങളെ സ്മരിച്ചു, അതിനുശേഷം ബ്രാഹ്മണന്മാരെ വണങ്ങി, തുടർന്ന് 4 വേദങ്ങളെയും നമസ്കരിച്ചു. ഇതിനുശേഷം എന്ത് ചെയ്തെന്നാണ് പറയാൻ പോകുന്നത്. നോക്കൂ, കോടാലി കയ്യിലെടുത്തിട്ട് എന്തു ചെയ്തു? കോടാതെ തഞ്ചത്തിൽ താണു നിന്നു എന്ന് പറയുന്നു. കോടാതെ എന്ന് പറഞ്ഞാൽ ഒട്ടും കോട്ടം കൂടാതെ നല്ല തഞ്ചത്തിൽ. തഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം നയത്തോടുകൂടി താണു നിന്നു, അതായത് വണങ്ങി. അതിനുശേഷം കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ നിന്നും പറയുന്നു. കോടാലി കൊണ്ട് ഒട്ടും താമസം കൂടാതെ മഹീതലത്തിൽ വെട്ടി എന്ന് പറയുന്നു. മഹീതലം എന്ന് പറഞ്ഞാൽ എന്താ? മഹി എന്താണെന്ന് അറിയാവോ? ഭൂമി. ഭൂമിതലത്തില് 1 ആശു വെട്ടി എന്നും പറയുന്നു. കോടാലി കയ്യിലെടുത്ത് ഭൂമിയെ വണങ്ങി, എന്നിട്ട് കോടാലി കൊണ്ട് ഭൂമിയിൽ 1 ആശു വെട്ടി. നമ്മൾ ഗോപുരമോ അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും പുതുതായി പണിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഭൂമിയെ വണങ്ങുക എന്നുള്ളൊരു ചടങ്ങ് പതിവുണ്ട്. അതാണിവിടെ മയനും ചെയ്തത്. മയൻ ഏറ്റവും ആദ്യമായിട്ട് ഭൂമിയെ വണങ്ങിക്കൊണ്ട് ഭൂമിയിലേക്ക് തഞ്ചത്തിൽ വെട്ടിയെന്നും പറയുന്നു. ഇനി നമുക്ക് അടുത്ത 4 വരിയിലേക്ക് നോക്കാം. തെല്ലു പിറകോട്ടു മാറി നിന്നു 10 കല്ലു ജപിച്ചെറിഞ്ഞളവേ, മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം. മയൻ കോടാലി കൊണ്ട് ഭൂമിയിൽ 1 ആശു വെട്ടി എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം എന്ത് ചെയ്തെന്നോ? തെല്ലു പിറകോട്ട് മാറി നിന്നു. തെല്ലു കുറച്ച് പിറകോട്ട് മാറി നിന്ന് 10 കല്ലു ജപിച്ച് എറിഞ്ഞു. 10 കല്ല് ജപിച്ചിട്ട് എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സമയത്ത് മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു. മെല്ലെന്ന് പറഞ്ഞാൽ പതുക്കെ ഭൂമി പിളർന്നു. അതിനുള്ളിൽ നിന്ന് എന്ത് വന്നെന്നോ? ഒരു പൊന്മണി മൗലി കുംഭം ഉയർന്നു വന്നു. ഒരു സ്വർണത്തിന്റെ കുംഭഗോപുരം ഉയർന്നു വന്നു ഭൂമിയിൽ നിന്ന്. മയൻ പിന്നീട് അല്പം പിറകോട്ട് മാറി നിന്നിട്ട് 10 കല്ലു ജപിച്ചെടുത്തുകൊണ്ട് എറിഞ്ഞു. അപ്പോൾ ഭൂമി പിളർന്ന് പതുക്കെ അതിമനോഹരമായൊരു സ്വർണമാളികയുടെ കുംഭഗോപുരം ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ കുംഭഗോപുരമാണ് ഉയർന്നു വന്നത്. വളരെ നിമിഷ നേരം കൊണ്ടാണ് ഇതെല്ലാം മയൻ ഇവിടെ നിർമ്മിക്കുന്നത്. നോക്കൂ, 1 പിറകോട്ട് മാറി നിന്നു, കല്ലെടുത്തെറിഞ്ഞു. ആ സമയത്തിനുള്ളിൽ തന്നെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മനോഹരമായൊരു സ്വർണമാളികയുടെ കുംഭഗോപുരം ഉയർന്നു വന്നു എന്നും പറയുന്നു. ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനൽ എന്ന പോലെ, പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും. പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു 10 ദിക്കൊക്കെ പ്രകാശത്തോടെ. മുത്തും പവിഴം മരതകം മാണിക്യം ഒത്തു വിളങ്ങും മതിലുകളും. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മയൻ 10 കല്ല് ജപിച്ചെറിഞ്ഞപ്പോ നല്ല സ്വർണ്ണ മണിമാളികയുടെ കുംഭഗോപുരം ഉയർന്നു വന്നു എന്നല്ലേ? ആ ഉയർന്ന കുംഭഗോപുരത്തിന് മുകളിലുള്ള കാഴ്ചയാണ് പറയുന്നത്. ആ ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളിൽ നിന്ന്, ഉത്തുംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? ഉയർന്ന ഗോപുര ശൃംഗം. ശൃംഗം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം. ഉയർന്ന ഗോപുരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന പ്രകാശത്തെയാണ് ഇവിടെ പറയുന്നത്. ആ പ്രകാശം എന്തുപോലെയാണെന്നാ പറയുന്നത്? കത്തുന്ന തീക്കനൽ എന്ന പോലെ. തീക്കനൽ കത്തുന്നത് പോലുള്ള പ്രകാശമാണെന്ന്. തീക്കനൽ കത്തുമ്പോൾ നല്ല ചുവപ്പും ഓറഞ്ചും കളറുള്ള പ്രകാശമല്ലേ? അതുപോലത്തെ പ്രകാശമാണെന്ന്.
പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും. പത്തരമാറ്റുള്ള തങ്കം എന്നാ പറഞ്ഞേക്കണത്. തങ്കം എന്താണെന്നറിയാവോ? നല്ല സ്വർണം. വളരെ കുറച്ചു മാത്രം കലർപ്പുള്ള സ്വർണത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? തങ്കം എന്ന് പറയണ. ആ തങ്കപ്രകാശത്തെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകാശമാണ് ആ ഉയർന്ന ഗോപുരത്തിൽ നിന്ന് വന്നതെന്നാ പറയണത്. പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു. പത്തനം എന്ന് പറഞ്ഞാല് പട്ടണം. പട്ടണ പങ്ക്തി എന്ന് പറഞ്ഞ കൂട്ടം. പട്ടണങ്ങളുടെ, നഗരങ്ങളുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായെന്ന്. എങ്ങനെ? 10 ദിക്കൊക്കെ പ്രകാശത്തോടെ, 10 ദിക്കും പ്രകാശിക്കുമാറ് പട്ടണ പങ്ക്തി ഉയർന്നു വന്നു എന്നും പറയുന്നു. പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ തോൽപ്പിക്കുന്ന കെട്ടിടങ്ങൾ നിറഞ്ഞ നഗരം നിമിഷ നേരം കൊണ്ട് അടുത്തതായിട്ട് അവിടെ ഉയർന്നു വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളിൽ നിന്ന് കത്തുന്ന തീക്കനൽ പോലുള്ള ഗോപുരങ്ങളാണ് ഉയർന്നു വന്നത്. ഇനി ആ ഉയർന്നു വന്ന ഗോപുരത്തിന്റെ മതിലുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ മതിലുകൾ എന്തൊക്കെ നിറഞ്ഞതായിരുന്നെന്നോ? മുത്തും പവിഴവും മരതകവും മാണിക്യവും എല്ലാം കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ മതിലുകൾ. മുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നവരത്നങ്ങളിൽ ഒന്നിനെയാണ് മുത്തെന്ന് പറയണത്. പവിഴം എന്ന് പറഞ്ഞാൽ നല്ല ചുവപ്പ് നിറമുള്ള രത്നമാണ്. മരതകം നവരത്നങ്ങളിൽ ഒന്ന് തന്നെയായ പച്ചക്കല്ലാണ്. അങ്ങനെ വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അതിൻ്റെ ചുറ്റുമതിലുകളെന്നാണ് ഇവിടെ നമ്പ്യാർ പറയുന്നത്. ഉയർന്ന ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് തീക്കനലിനെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പത്തരമാറ്റുള്ള തങ്കത്തിൻ്റെ പ്രകാശത്തെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പട്ടണങ്ങളുടെ കൂട്ടം ഉയർന്നു വന്നുവെന്നും ആ ഉയർന്നു വന്ന പട്ടണത്തിൻ്റെ പ്രകാശം കൊണ്ട് 10 ദിക്കുകളും ശോഭിച്ചു. ഇതിൻ്റെ ചുറ്റുമതിലുകളോ മുത്തും പവിഴവും മരതകവും മാണിക്യവും നിറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇന്ന് പഠിച്ച പാഠഭാഗത്തിൻ്റെ ആശയം ഒന്നുകൂടെ ഓർത്തെടുക്കാം. മയൻ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷം എന്താ ചെയ്യാൻ തുടങ്ങിയത്? അദ്ദേഹം ഭൂമിയെ വണങ്ങി നിന്ന് കോടാലി കൊണ്ട് ഭൂമിയിൽ വെട്ടുകയാണ്. തുടർന്ന് പിന്നിലേക്ക് മാറി നിന്ന് 10 കല്ല് ജപിച്ച് വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്ഭുതം എന്ന വണ്ണം ഭൂമി പിളർന്നു. അതാ അവിടെ ഒരു തങ്ക ഗോപുരം ഉയർന്നു വന്നു. ആ ഗോപുരത്തിന് പത്തരമാറ്റുള്ള തങ്കത്തേക്കാൾ ശോഭയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് തങ്ക നിറമുള്ള മാളികകൾ ഓരോന്നായി ഉയർന്നു വന്നു. അതിൻ്റെ മതിലുകൾ മുത്തും പവിഴവും മാണിക്യവും മരതകവും എല്ലാം നിറഞ്ഞതായിരുന്നു. എന്ത് ഭംഗിയായിട്ടാണല്ലേ നമ്പ്യാർ ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നത്. മുന്നിൽ നടക്കുന്ന ഒരു സംഭവം അത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത് വായനക്കാരിലേക്ക് നേരിൽ കാണുന്ന തരത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇത്രയും ഭാഗം വായിക്കാം. ഞാൻ വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ. സാധരമേവം പറഞ്ഞു മയൻ ഗുരു പാദസരോജങ്ങൾ ഓർത്തുടനെ വേദിയന്മാരെ വണങ്ങി മുതാ 4 വേദങ്ങളെയും നമസ്കരിച്ചു. കോടാലി കയ്യിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണുനിന്നു. വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ. തെല്ലു പിറകോട്ടു മാറി നിന്നു 10 കല്ലും ജപിച്ചെങ്ങെറിഞ്ഞളവേ. മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളിൽ നിന്നു കത്തുന്ന തീക്കനലെന്ന പോലെ പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും. പത്തന പങ്ക്തി നിരക്കി പുറപ്പെട്ടു 10 ദിക്കൊക്കെ പ്രകാശത്തോടെ. മുത്തും പവിഴം മരതകം മാണിക്യം ഒത്തുവിളങ്ങും മതിലുകളും. ഇത്രയും ഭാഗം നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് വരിക. ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി കുട്ടികളെ.